പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഞാൻ ശുദ്ധിരാത്മാക്കളോട് ഭക്തിയുള്ള ആളാണെന്നും കൂടെ കൂടെ ശുദ്ധിരാത്മാക്കളുടെ അടുക്കൽ പോവുകയും വചനം പ്രഘോഷിക്കുകയും അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ പാപവിമോചനത്തിനായിട്ട് കർത്താവിനെ കനപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ഇതിനെ പുരസ്കരിച്ചുള്ള എൻ്റെ പുസ്തകങ്ങളും നിങ്ങൾ പ്രത്യേകിച്ച് ഈ അടുത്തവരുടെയിൽ പ്രസിദ്ധീകരിച്ച ശുദ്ധിയാത്മാക്കളുടെ കൂടെ എന്ന പുസ്തകവും ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടായിരിക്കാം. മക്കളെ, അത് ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയുന്നു, സഭയുടെ 3 തലങ്ങളെ പറ്റി മറക്കരുത്. മഹത്വീകരിക്കപ്പെട്ട സഭ, അത് പുണ്യവാന്മാരുടെ സങ്കേതം. പാപങ്ങൾക്ക് കടങ്ങൾ വീട്ടുവാൻ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ശുദ്ധീകരണ സ്ഥലം, അത് സഹനസഭ. ഈ ലോകത്തിൽ പിശാചിനോടും ജഡത്തോടും ലോകത്തോടും പടപൊരുതുന്ന സഭ ആണ് നാം. അപ്പോൾ ഇത് 3 കൂടി ഒന്നിച്ചതാണ് തിരുസഭ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുകളിലുള്ള വിശുദ്ധ സഭയെ കൂട്ടുപിടിക്കും. കാര്യശാസ്ത്രത്തിനായിട്ട് അപേക്ഷിക്കണമേ എന്ന് അവരോടൊക്കെ ചോദിക്കും, മാതാവിനോടും ഔസേപ്പിതാവിനോടൊക്കെ. അതുപോലെ തന്നെ വിശുദ്ധരായിട്ട് കൂടുതൽ അതിവിശുദ്ധി നേടി സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ റണ്ണേഴ്സ് അപ്പ് ആണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ. അവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ സഹനങ്ങൾ നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയും. അപ്പം അവരുമായുള്ള ആഴബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ പള്ളിയിൽ പോകുമ്പം ഒരു പക്ഷെങ്കിൽ ശവക്കോട്ട സിമിത്തേരിയുടെ അടുത്തൂടെ ആയിരിക്കാം പോകുന്നത്. ആ സിമിത്തേരി കാണുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മറിഞ്ഞോറിയോ, ഒരു തീർത്ഥസ്തുതി ചൊല്ലിക്കൂടെ? പറ്റുമെങ്കിൽ നമ്മുടെ പഴയ രീതിയിൽ 5 സ്വർഗസ്ഥനായ പിതാവേ, 5 നന്മറിഞ്ഞോറിയോ, 5 തീർത്ഥസ്തുതിയും ചൊല്ലി കാഴ്ചവെച്ചുകൂടെ? ഒരു പക്ഷേ കാറിലായിരിക്കുമ്പോൾ ആ കാറിൽ ഇരുന്നുകൊണ്ട് അവിടെ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പലരുടെയും പ്രാർത്ഥന കിട്ടാതെ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ പ്രാർത്ഥന അങ്ങ് സമർപ്പിച്ചുകൂടെ? അതുപോലെ രാവിലെ നിങ്ങൾ പത്രമെടുത്ത് വായിക്കും. ഭൂരിപക്ഷവും ഈ കാലങ്ങളിൽ പത്രം വായിക്കുന്നത് ചരമ വാർത്ത വായിക്കാനാണ്. ആ മനോരമ ടിവിയിലൊക്കെ അവസാനത്തെ 1-2 പേജുകൾ മുഴുവൻ അതാ. അപ്പം എല്ലാവരും കണ്ണോടിച്ച് നോക്കാൻ. ഇനി ഞാൻ പലരും പറയുന്നത് കേട്ടു, മറ്റു വാർത്തകളൊക്കെ മൊബൈലിൽ കിട്ടും, കമ്പ്യൂട്ടറിൽ കിട്ടും, ഈ മരണവാർത്ത പത്രത്തിലേക്ക് കിട്ടും, അതുകൊണ്ടാണ് പത്രം വരുത്തുന്നത് എന്ന് തന്നെ. എങ്കിലത് വായിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഞാൻ പറഞ്ഞ പോലെ ഒരു സ്വർഗസ്ഥനായ പിതാവെയോ, ഒരു നന്മ പറഞ്ഞു പറയുമോ, ഒരു തീർത്ഥസ്തുതിയോ, അല്ലെ പറ്റുമെങ്കിൽ 5 തവണ അത് പ്രാർത്ഥിച്ചുകൂടെ? ആ പത്രം നോക്കി അവരെ കാണുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ അറിയാത്തവരായിരിക്കാം, അറിയുന്നവരും കാണും. അതെ, അവർക്കൊരു സ്നേഹം കൊടുക്കുന്നത്, ഔദാര്യം കൊടുക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ അക്രൈസ്തവരായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത് തന്നെ. നിങ്ങളുടെ പൂർവികരെ സംസ്കരിച്ച ശ്മശാനത്തിൻ്റെ അടുക്കലൂടെ പോകുന്നു, ദഹിപ്പിച്ച ശ്മശാനത്തിലൂടെ. ഇന്ന് ക്രൈസ്തവരെയും ദഹിപ്പിക്കുന്നുണ്ടല്ലോ. ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? ആ സ്ഥലം കടന്നു പോകുമ്പോൾ ഞാൻ ചെയ്യാറുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ ചൊല്ലിയിട്ട് അവർക്കൊരാശീർവാദവും കൊടുക്കും. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ആ മരണം മൂലം വേർപെട്ട ആളിനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന്. ഇനിയും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടിയുള്ള സൽപ്രവൃത്തികളും അപ്പോഴപ്പോൾ അവരുടെ കാവൽമാലഹമാർ അവരോട് പറയും. അപ്പോൾ അവരും നമുക്ക് വേണ്ടി തിരിച്ചു പ്രാർത്ഥിക്കും. അവർക്ക് നമ്മോട് പ്രത്യുപകാരം കാണിക്കുവാൻ, പരിസ്നേഹം കാണിക്കുവാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഞാൻ പറയുന്നത്, അതായത് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല, തിരിച്ചവരുടെ പ്രാർത്ഥന കിട്ടുമല്ലോ എന്നോർത്ത്. കഥ പറഞ്ഞിട്ടുണ്ട്, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്, എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള വ്യാമോഹത്തോടെ ഒന്നും കൊടുക്കരുത്, ചെയ്യരുത് എന്ന്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, അവർ നന്ദിയുള്ളവരായിരിക്കും. അവരുടെ സ്വർഗപ്രാപ്തി നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നടക്കുമ്പോൾ ആ നന്ദിയുള്ള ഹൃദയത്തോടെ അവർ നിങ്ങൾക്ക് വേണ്ടി
എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുവാൻ പ്രാർത്ഥിക്കും എന്ന്. ഇനിയും ചില സമയങ്ങളിൽ നിങ്ങൾ മരിച്ചുപോയവരെ സ്വപ്നത്തിൽ കാണാറുണ്ട്. ചിലപ്പോൾ സ്വന്തത്തിൽപ്പെട്ടവരെ, ചിലപ്പോൾ ആരും ഒരുമില്ല. നിങ്ങളൊരു പക്ഷെങ്കിലും ഒരു ശവസംസ്കാരത്തിന് പോയി കാണും. ഒരു വിഷയ ശവസംസ്കാരത്തിന് ചില പാട്ടുകൾ കേട്ട് കാണും. അന്ന് രാത്രി മരിച്ചവർ കണ്ടു കാണും. ഒരു വിഷയ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്, അല്ലെങ്കിൽ ശവപ്പെട്ടി കിടക്കുന്നത്. എപ്പോഴെങ്കിലും മരിച്ചവരെ സ്വപ്നം കാണുമ്പോൾ കർത്താവ് ആ സ്വപ്നത്തിലൂടെ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞ പോലെ 5 സ്വർഗസ്ഥനായ പിതാവയോ അല്ലെങ്കിൽ ഒരു സ്വർഗസ്ഥനായ പിതാവെങ്കിലും പ്രാർത്ഥിക്കുക. അത് ഒരുപക്ഷെ നല്ലതാണ്. മരണം മൂലം വേർപെട്ടവരുടെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ ബൈബിളിൽ വയ്ക്കുന്നത്. കുടുംബത്തിലേലും അറിയുന്നവരുടെ ഫ്രണ്ട്സ്, അയൽക്കാർ, നിങ്ങൾ നേരത്തെ അറിയുമായിരുന്ന ആളുകളൊക്കെ, നിങ്ങൾ പെട്ടെന്ന് ന്യൂസ് കേട്ടു, പ്രാർത്ഥിച്ചു, കുർബാന ചൊല്ലിച്ചു, പിന്നെ അങ്ങ് മറന്നുപോകും. നമ്മളെല്ലാം മനുഷ്യരല്ലേ, മറവിയുള്ളവരാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. എൻ്റെ ഹാൻഡിയിലൊരു ലിസ്റ്റുണ്ട്. ഞാൻ കടലാസ് എഴുതുന്ന ബൈബിളിലുമുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഞാൻ കണ്ണോടിച്ച് നോക്കും. എന്നിട്ട് അവരെയും കൂടി എൻ്റെ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത്. ഞാൻ എന്നെ അനുകരിക്കണമെന്നല്ല നിങ്ങളോട് പറയുന്നത്. എങ്കിലും ചിന്താശകലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് ഒരു കടപ്പാടുള്ളത് കൊണ്ട് പറയുകയാണ്. പ്രഭാഷകൻ പുസ്തകം 7-ാം അധ്യായം 33 പറയുന്നുണ്ടല്ലോ, മരിച്ചവരോടുള്ള കടമ മറക്കരുത് എന്ന്. പ്രഭാഷകൻ 7:33. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏറെ ആളുകൾ ഇക്കാലങ്ങളിൽ ആകസ്മികമായി മരിക്കുന്നു, യുദ്ധത്തിൽ മരിക്കുന്നു, ഒരു പക്ഷെങ്കിൽ പെട്ടെന്നുള്ള അപകടത്തിൽപ്പെട്ടു മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ പലരും പ്രാർത്ഥിക്കപ്പെടാതെ, പ്രാർത്ഥന കിട്ടാതെ ശുദ്ധീകരണത്തിൽ കിടപ്പുണ്ട്. അവരെയൊക്കെ ഓർത്തും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു പക്ഷേ വണ്ടിയെ പോകുമ്പോൾ, കാറെ പോകുമ്പോൾ, അത് നടന്നു പോകുമ്പോൾ, ചുമ്മാതിരിക്കുമ്പോൾ ആത്മാക്കളെ, അവരുടെ വേദനകളെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവരെ രക്ഷിക്കുക. അങ്ങനെ നമുക്ക് രക്ഷകരായിട്ട് മാറാം ഈ ലോകത്തിൽ. ഈശോയുടെ സാക്ഷികളാകുമെന്ന് പറഞ്ഞാൽ വചനം പ്രഘോഷിച്ച് മനഃശാന്തപ്പെടുത്തി യേശുവിൽ വിശ്വസിപ്പിച്ച് രക്ഷ നൽകുന്ന പ്രക്രിയയാണല്ലോ സുവിശേഷ പ്രഘോഷണ പ്രക്രിയ, എവഞ്ചലൈസേഷൻ. മരണം മൂലം വേർപെട്ടവർക്കും എവാഞ്ചലൈസ് ചെയ്യുവാൻ, സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ നമുക്ക് ഒരു കടമയുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആരെങ്കിലും മരണവാർത്ത നിങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ, ഒരു പക്ഷെങ്കിൽ ഇമെയിലിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ പറയുമ്പോൾ, പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞാൽ പോരാ. ആ ഫോൺ നിർത്തിക്കഴിഞ്ഞ് ഇമെയിൽ വായിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ പള്ളി ഉണ്ടെങ്കിൽ പള്ളി പോയിരുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവിനെ വിളിച്ച് അവിടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന്. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ നമ്മളെല്ലാം പാപികളാണ്. നമ്മൾ ആരും വിശുദ്ധരല്ല. നമ്മൾ വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ദൈവം പരിപൂർണനായിരിക്കുന്ന പോലെ നമ്മളും പരിപൂർണരാകണം. ദൈവം വിശുദ്ധിയിലായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധിയിലായിരിക്കണം. പക്ഷെ നമ്മളല്ല. നമ്മുടെ സഹോദരങ്ങൾ മരണം മൂലം വേർപെട്ടവരുമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കർത്താവേ മാപ്പ് നൽകണമേ, അല്ലെ മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതായത് ഒന്നുകിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ സ്വന്തം സഹോദരനാണ്, സഹോദരിയാണ് അവരെന്ന് മനസ്സിലാക്കാം. സ്നേഹത്തിലൂടെ, സ്നേഹം കൂടിയാലേ ഇത് പറ്റൂ. എന്നിട്ട് കർത്താവേ കൃപയായിരിക്കണമേ, എന്നോട് കൃപയായിരിക്കണമെന്ന് പറയുക. ഉദാഹരണമായിട്ട് മരണം മൂലം വേർപെട്ട ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ പ്രാർത്ഥിക്കുകയാണ്. ആ ഭർത്താവിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന്. കാരണം ഭാര്യക്കറിയാം അവർ രണ്ടല്ല ഒന്നാണ് എന്ന്. അല്ലെങ്കിൽ മക്കളുടെ പാപങ്ങൾ മാതാപിതാക്കൾ എടുത്ത് കർത്താവിനോട്, കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. കാരണം മാതാപിതാക്കൾക്കറിയാം മക്കൾ അവരുടെ രക്തത്തിൽ പിറന്നതാണ്. അപ്പം അവരുടെ പാപങ്ങൾ അവരുടെ പാപങ്ങൾ കൂടിയാണെന്ന്. അതാണ് സ്നേഹം, രക്തബന്ധം. അതുപോലെ ഒരു ആത്മീയ ബന്ധമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത്. പ്രിയ മക്കളെ, ആരുടെയും പാപത്തെപ്പറ്റി കേൾക്കുമ്പോൾ, പാപത്തെപ്പറ്റി എന്നോട് ചില മാതാപിതാക്കൾ വന്ന് പറയുമ്പോൾ, മക്കളെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയൊക്കെ, ആ പാപങ്ങൾ ഞാൻ ഏറ്റെടുക്കും. എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും മക്കളെ എന്ന് വിളിക്കും, സഹോദരങ്ങളെ എന്ന് വിളിക്കും. ആ സ്നേഹത്തിലൂടെ അവരുടെ കുർബകൾ ഏറ്റെടുത്ത് കുർബാനയുടെ സമയത്തും അതുപോലെ എൻ്റെ പ്രാർത്ഥന സമയത്തും എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് എൻ്റെ ചെറിയ ചെറിയ സഹനങ്ങൾ പ്രായശ്ചിത്തമായിട്ട് അവർക്ക് വേണ്ടി കൊടുക്കും. ഈശോയ്ക്ക് കാഴ്ചവെക്കും, കടങ്ങൾ മാറിക്കിട്ടുവാൻ. നിങ്ങൾക്ക് അത് സാധിക്കും. നിങ്ങൾ ഒരു നേരമായിരിക്കാം,
അത് ഒരു ചെറിയ മോട്ടിഫിക്കേഷൻ, ചെറിയ ആത്മനിയന്ത്രണം, ഒരു ഐസ്ക്രീം വേണ്ടാന്ന് വെക്കുന്നു, ആ പൈസ പാവങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സദ്യക്ക് പോകാതെ അതിൻ്റെ പൈസ പാവം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഉപപ്രവർത്തികൾ. അത് അവരുടെ പാവങ്ങൾക്കായിട്ട് കൊടുക്കുക. പാവങ്ങൾക്ക് കടങ്ങൾ വീടുവാൻ പരിഹാരമായി, പ്രാശ്ചിത്തമായി ഇതൊക്കെ ചെയ്യുവാനായിട്ട് ചെറിയ ഒരു ഉപദേശം. ഞാനിവിടെ കേരളത്തിൽ വന്നപ്പോൾ കണ്ടത്, ഒരാൾ മരിച്ചാൽ എല്ലാ മുക്കിലും മൂലിലും മരിച്ച ആളുടെ പടം വെച്ചിരിക്കും, ആദരാജ്ഞലികൾ എന്ന് പറഞ്ഞു. ഞാൻ ഈ റോഡെല്ലാം മിക്കവാറും ഈ കാഴ്ചവാനും ചുറ്റും മിക്കവാറും ദിവസങ്ങളിൽ കാണുമ്പോൾ എൻ്റെ ഹൃദയം ഉയർത്തി ആളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഉടൻ തന്നെ പ്രാർത്ഥിക്കും. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മിക്കവാറും ശവസംസ്കാരത്തിന് പാട്ട് കേൾക്കും. എനിക്ക് വീൽ ചെയറിലായതുകൊണ്ട് പോകാനോ സംബന്ധിക്കാനോ പറ്റില്ല. ഞാൻ 5 സ്വർഗസ്ഥനായ പിതാവേയും 5 അമ്മോഞ്ചോറിയും 5 തീർത്ഥസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കും. ധൃതിയിലാണ്, ഒത്തിരി ജോലിയാണെങ്കിൽ കിടക്കാൻ നേരത്തെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കും. പക്ഷെ മറന്നു പോകാനിടയുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ ചെയ്യുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അത്ര തിരക്കാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവെയെങ്കിലും ചൊല്ലും. ആ വഴിയിൽ കവലയിൽ വെച്ചിരിക്കുന്ന ആ ഫോട്ടോയെ നോക്കി. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആയിരിക്കില്ല, ഞാൻ അറിയുന്നതായിരിക്കില്ല, എന്നാലും അതെൻ്റെ സഹോദരിയാണ്, സഹോദരനാണ്. ഇങ്ങനെയുള്ള ബോധ്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പരസ്പര സ്നേഹത്തിൽ നമുക്ക് വളരാം. ആരും മരിക്കുന്നില്ല, എല്ലാവരും ജീവിക്കുന്നു. അത് മനസ്സിലാക്കണം. നമ്മൾ നാട് നീങ്ങുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ മഹാരാജാക്കന്മാർ നാട് നീങ്ങിയതുപോലെ നമ്മൾ ഈ നാട് നീങ്ങുന്നതേ ഉള്ളൂ, മരിക്കുന്നില്ല. മരണം ഒരു കൺസെപ്റ്റിൽ മാത്രമേ ഉള്ളൂ. പാവം ചെയ്യുന്നവർ മരിക്കുന്നു. പാപം ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഈ ലോകവാസം വെടിഞ്ഞു എന്ന് നമ്മൾ പറയുന്നത് ആ മറുരാജ്യത്തിലേക്ക്, നിത്യതയിലേക്ക് പോവുകയാണ്. നിത്യതയെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും. നിത്യത ദർശിച്ച നിമിഷങ്ങൾ. നിത്യതയുണ്ട് മക്കളെ. സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണമുണ്ട്. ഈ 3 സ്ഥലങ്ങളിൽ നേരിട്ട് കണ്ടവനാണ് ഞാൻ. ഇപ്പോൾ കൂടെ പോവുകയും ശുദ്ധാത്മാക്കളോട് സമയം ചെലവഴിക്കുന്നവരുമാണ് ഞാൻ. ആത്മാർത്ഥമായി ജീവിച്ചിരിക്കുന്ന ഞാൻ നിങ്ങളോട് സത്യം തുറന്നു പറയുന്നു. അതുകൊണ്ട് ഓർക്കരുത്, എല്ലാം മരണത്തോടുകൂടി തീർന്നുവെന്നും ചിന്തിക്കരുത്. ഇന്ന് പല ആളുകളും നിത്യതയെപ്പറ്റി ചിന്തിക്കാത്തവരാണ്. പ്രിയമുള്ളവരെ, മരണമുണ്ടെങ്കിൽ നിത്യതയുമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ തീരില്ല. മരണം അല്ലാതെ പിന്നെയോ വിടവാങ്ങലാണ് ഈ ലോകത്തോട്. ആ വിടവാങ്ങി നിത്യതയിലേക്കുള്ള പോക്കാണ്. ഈശോയോട് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ആധ്യാത്മിക ബോധ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണരുവാൻ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ നിങ്ങൾക്കൊരു ആശീർവാദം തരാം. കരുണ കർത്താവേ, ഈ ചെറിയ ചിന്താശകലം കേട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവാരെയുമേ, ഇവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. മരണം മൂലം വേർപെട്ട് എല്ലാവരെയും സ്നേഹിക്കുവാൻ, സ്വന്തം സഹോദരങ്ങളാണെന്ന് കണ്ട് സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി സൽപ്രവർത്തികൾ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളുടെ പൂർവികരെയും, മരണം മൂലം വേർപെട്ട പൂർവികരെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒരു വിഷയം നിങ്ങൾ നേരിട്ട് അറിയുമായിരുന്നവരെയും ഞാനിപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിക്കുന്നു അനുഗ്രഹത്തിനായിട്ട്. നിങ്ങൾ ഓരോരുത്തരെയും, ഇന്നും ശുദ്ധീയ സ്ഥലത്ത് ജീവിക്കുന്ന ആത്മാക്കളെയും സ്വർഗത്തിലായിരിക്കുന്നവരെയും കർത്താവെ മഹത്വപ്പെടുത്തണമേ. നിങ്ങൾ ഓരോരുത്തരും മഹത്വത്തിലായി തീരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ ആധ്യാത്മിക മൂല്യങ്ങൾ പറഞ്ഞു തരുന്നു. വയസ്സായി, എനിക്കും നിത്യത്തിലേക്ക് പോകാനൊക്കെ സമയമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പങ്കുവയ്ക്കൽ ചെറുതായിട്ട് നടത്തുന്നത്. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.